ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ശമ്പളക്കാർക്ക് ആർജിത അവധി അല്ലെങ്കിൽ ഏൺഡ് ലീവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആനുകൂല്യമുണ്ട്. അവർക്ക് അനുവദിച്ചിരിക്കുന്ന അവധി ദിവസങ്ങളിൽ അവർ ചെലവഴിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താത്ത അവധി ദിവസങ്ങൾ അവർക്ക് തൊഴിലുടമയ്ക്ക് തിരികെ കൊടുത്ത് അത്രയും ദിവസങ്ങളുടെ ശമ്പളം അധികമായിട്ട് വാങ്ങാം. 30 ദിവസത്തെ അവധി ദിവസങ്ങൾ അവർ ഉപയോഗപ്പെടുത്താതെ ഇരിക്കുകയാണെങ്കിൽ 30 ദിവസത്തെ അവധി തൊഴിലുടമയ്ക്ക് തിരികെ കൊടുത്ത് അവർക്ക് ഒരു മാസത്തെ ശമ്പളം അധികമായി വാങ്ങാം. സാമ്പത്തിക ജീവിതത്തിലും ഇതുപോലെ തന്നെ ആർജിത അവധികളും ആർജിത അധ്വാനങ്ങളുമുണ്ട്. നിങ്ങൾ ഒരു ചിലവ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ അധ്വാനിക്കേണ്ട ദിവസങ്ങൾക്ക് പുറമെ അധ്വാനിക്കേണ്ട ഒരു ദിവസം കൂടി നിങ്ങൾ അധികമായി വാങ്ങിവെക്കുകയാണ്. നിങ്ങൾ 2 ചിലവുകൾ നടത്തുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അധികമായി അധ്വാനിക്കേണ്ട 2 ദിവസങ്ങളാണ് വാങ്ങിവെക്കുന്നത്. അപ്പോൾ എത്ര ചിലവുകളാണോ നിങ്ങൾ നടത്തുന്നത് അതിനനുസരിച്ച് അത്രയും ദിവസങ്ങളുടെ അധ്വാനം നിങ്ങൾ അധികമായി വാങ്ങിവെക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുമലിലെ അധ്വാന ഭാരം അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം. എന്നാൽ നിങ്ങൾ ആർജിത അവധിയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നിക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അധ്വാനിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ദിവസം നിങ്ങൾ അധികമായി വാങ്ങിവെക്കുന്നു. നിങ്ങൾ 2 നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അധ്വാനിക്കേണ്ട ആവശ്യമില്ലാത്ത 2 ദിവസം നിങ്ങൾ വാങ്ങിവെക്കുന്നു. നിങ്ങൾ എത്ര നിക്ഷേപങ്ങളാണോ നടത്തുന്നത് അതിനനുസരിച്ച് അത്രയും അധ്വാനിക്കേണ്ട ആവശ്യമില്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ അധികമായി വാങ്ങിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആർജിത അവധിയിലൂടെ നിങ്ങളുടെ ചുമലിലെ അധ്വാന ഭാരം കുറയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യുക. കൂടുതൽ ആർജിത അവധികൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ചുമലിലെ ഭാരം കുറഞ്ഞു വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.